നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കായി ഒരു പ്രത്യേക മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ളത്. ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തുകയാണ് ഖത്തർ. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിലാണ് ഈ മാറ്റം. ഇനി സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി സമയം രാവിലെ 7 മണി മുതൽ രാവിലെ 11 വരെ ആയിരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഫിഫ 2022 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഖത്തറിന്റെ തയ്യാറെടുപ്പുകൾക്ക് അനുസൃതമായി കഴിഞ്ഞ ദിവസം ചേർന്ന ഖത്തർ ക്യാബിനറ്റാണ് ഈ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുരക്ഷ, സൈനികം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളെ ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നവംബർ 1 മുതൽ ഡിസംബർ 19 വരെ സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ എണ്ണം 20% കുറയ്ക്കുകയും 80% ജീവനക്കാർ വിദൂരമായി ജോലി ചെയ്യും. എന്നാൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ലോകകപ്പിന് മുന്നോടിയായി വൻ ക്രമീകരണങ്ങളാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത്. ലോകകപ്പ് ആഘോഷങ്ങളുടെ വേദിയായ ദോഹ കോർണിഷിൽ നവംബർ 1 മുതൽ തന്നെ വാഹന യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ലോകകപ്പ് കഴിയുന്ന ഡിസംബർ 19 വരെ ദോഹ കോർണിഷിൽ കാൽനട യാത്രക്കാർക്ക് മാത്രമായി പ്രവേശനം നിയന്ത്രിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അതേസമയം ഫുട്ബോൾ ലോകകപ്പിനായി എത്തുന്ന സന്ദർശകർക്ക് ഖത്തർ കോവിഡ് പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിരുന്നു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കാണികൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. വാക്സിനേഷൻ നിർബന്ധമല്ല. പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോൾ മാസ്ക് ധരിക്കണം. കോണ്ടാക്ട് ട്രേസിംഗ് ഫോൺ ആപ്ലിക്കേഷനായ എഹിതറാസ് 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. 12 ലക്ഷത്തിലധികം കാണികൾ ഖത്തറിലെത്തുമെന്നാണ് കരുതുന്നത്. നവംബർ 20 മുതൽ ഡിസംബർ 18 വരെയാണ് ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്. 6 വയസ്സും അതിൽ കൂടുതലുള്ള എല്ലാ സന്ദർശകരും ഖത്തറിലേക്ക് പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ PCR പരിശോധനയുടെയോ 24 മണിക്കൂറിനിടെ നടത്തിയ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന്റെയോ നെഗറ്റീവ് ഫലം ഹാജരാക്കണമെന്നാണ് സംഘാടകരായ ഡെലിവറി ആൻഡ് ലെഗസി സുപ്രീം കമ്മിറ്റി അറിയിച്ചത്. വാക്സിൻ എടുത്തവരും അല്ലാത്തവരും പരിശോധന നടത്തണം. സന്ദർശകർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ ഖത്തറിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.